ഹലോ എവ്രി വൺ. ഞാൻ വളരെ പേടിച്ച് ഷൂട്ട് ചെയ്തതും വളരെ പേടിച്ച് എഡിറ്റ് ചെയ്തതുമായിട്ടുള്ളൊരു വീഡിയോ ആണിത്. എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സംഭവത്തെയാണ് കാണുന്നത്. എന്താണ് പേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും കുട്ടിക്കാലത്തെ എന്തെങ്കിലുമൊക്കെ കഥകളൊക്കെ കേട്ട് അത് വിശ്വസിച്ച് അങ്ങനെ ഒരു സ്റ്റോറി മിക്ക പേർക്കും ഉണ്ടാവും. ഞാൻ ഇതേപോലെ ഫേസ് ചെയ്തൊരു സ്റ്റോറിയാണ് ഞാനൊരു പല്ലിമുട്ട കുത്തി പൊട്ടിച്ചപ്പോൾ എനിക്ക് സർപ്പദോഷമുണ്ട് എന്ന് പറഞ്ഞത്. അതിനുശേഷം എന്നോട് പാമ്പിനെന്തോ ഭയങ്കര ദേഷ്യമാണെന്നും അവരെന്നെ കണ്ടാൽ കൊല്ലുമെന്നും എന്നൊക്കെയുള്ളൊരു വിചാരം ഭയങ്കരമായിട്ട് ഇത്രയും പ്രായം കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ അതേപോലെ ആ പേടി നിൽപ്പുണ്ട്. അതുകൊണ്ട് ഈ അടുത്ത കാലമായിട്ട് ഈ പേടിയൊന്ന് മാറ്റാനായിട്ട് ഞാൻ അടിക്കടി ഇതേപോലത്തെ സ്നേക്ക് മ്യൂസിയത്തിൽ പോകാറുണ്ടായിരുന്നു. എനിക്കൊരു ഫോട്ടോ പോലും പാമ്പിനെ കാണാൻ പറ്റില്ലായിരുന്നു, പക്ഷെ ഞാൻ സ്നേക്ക് മ്യൂസിയത്തിൽ പോയി. ഇത് ഞങ്ങളുടെ പൂജപ്പുര ആയുർവേദ ഹോസ്പിറ്റലിലുള്ളൊരു സ്നേക്ക് മ്യൂസിയമാണ്. ഇത് കണ്ടോ, എൻ്റെ പൊന്നേ, അയ്യോ എനിക്കൊരു പാമ്പ് പത്തി വിടർത്തുകയെന്ന് പറഞ്ഞാൽ അയ്യോ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ ഇതൊരു അടിപൊളി സ്നേക്ക് മ്യൂസിയമാണ് കേട്ടോ. ഈ സ്നേക്സിനെ കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വന്ന് കാണാൻ ഒരുപാട്, എനിക്ക് നമ്മുടെ മ്യൂസിയത്തിനകത്ത് പോലും ഇത്രയും സ്നേക്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. അത്രത്തോളം സ്നേക്സിൻ്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഒരുപാട് ടൈപ്സിലുള്ള സ്നേക്സ് ഉണ്ട്. ഇത് കണ്ടോ, അയ്യാ ഇതിനെ കണ്ട് പേടിച്ച് ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ പോലെ എനിക്കൊരു രക്ഷയില്ലാത്ത പേടിയിലാണ് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എഡിറ്റ് ചെയ്തിടണമല്ലോ എന്ന് പറഞ്ഞിട്ട് എഡിറ്റ് ചെയ്തിടുന്നുള്ളൂ. ഈ പുള്ളി ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഒരു തവണ വന്നപ്പോഴും ഭയങ്കര ദേഷ്യമായിരുന്നു. എനിക്കൊന്ന് ഇവർക്ക് ഈ വിഷമൊക്കെ എടുത്ത് കളഞ്ഞിട്ടായിരിക്കും ഇതിൽ വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഈ സമയം കൊണ്ട് തന്നെ പുറത്തെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ കൊത്തിയിട്ടുണ്ടായിരുന്നതിന്. അങ്ങനെ ഭയങ്കര ദേഷ്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് ശരിക്കും മൂർഖൻ പാമ്പാണ്. അതുപോലെ കുറേ ടൈപ്പിലുള്ള പാമ്പുകൾ അവിടെ ഉണ്ട്. ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് മൂർഖൻ പാമ്പ് തന്നെയാണെന്ന് തോന്നുന്നു എൻ്റെ അകത്തുള്ളത്. ഇത്രയും ദേഷ്യത്തിലുള്ള ഈ പാമ്പിനെ സർക്കസ് പഠിപ്പിക്കുകയാണ് എൻ്റെ കൂട്ടുകാർ ഇവിടെ നിന്നിട്ട്. ഇതെല്ലാം കണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ ഇറക്കി വിടറി എന്ന് പറഞ്ഞിരിക്കുന്ന പാവം നമ്മുടെ മൂർഖൻ പാമ്പ്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, എത്ര പാമ്പ് ഇതിനകത്ത് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ഒരു 10-50 മേ ബി ഉണ്ടാവും. അവിടെ കണ്ടോ, ആ ഒരു ഇതിൻ്റെ മണ്ടയിൽ മുഴുവൻ പാമ്പ് ചുറ്റി കിടക്കുകയാണ്. ഒരു വലിയ പാമ്പ് അവിടെ കിടപ്പുണ്ട്. ഇതിൻ്റെ ഫുള്ളും കുറേ പാമ്പുകൾ, എനിക്കൊന്ന് എല്ലാം മൂർഖൻ പാമ്പാണെന്ന് തോന്നുന്നു. എൻ്റെ പത്തിയുള്ള വേറെ പാമ്പും ഉണ്ട്, പക്ഷെ അങ്ങനെ ഒരുപാട് ഒരു 50 കൂടുതൽ പാമ്പുകൾ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ഇതിൽ ഏറ്റവും രസം എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഒരു ചേട്ടനെ കണ്ടില്ലേ ക്ലീൻ ചെയ്യാൻ കയറിയ, ആ ചേട്ടൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇത്രയും പാമ്പുകൾ ഇരിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ആ പുള്ളി ക്ലീൻ ചെയ്യുന്നതാണ്, ആ പുള്ളിയാണ് വന്ന് ക്ലീൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എനിക്കിത് കണ്ടിട്ടേ അയ്യോ അസഹനീയമായിരുന്നു. അപ്പോൾ ഇതുപോലത്തുള്ള എക്സ്പീരിയൻസസ്, ഈ കുട്ടിക്കാലത്തുള്ള എക്സ്പീരിയൻസസ് ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്കതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിള്ളേരോട് പറയുന്ന കാര്യങ്ങൾ വളരെ ഫിൽട്ടർ ചെയ്ത് പറയണം എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു സംഭവമാണ്. എൻ്റെ ചിലപ്പോൾ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ആയിരിക്കും ഈ ഒരു ഇൻസിഡൻറ്റ് ശരിക്കും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത്രയും കാലമായിട്ടും എനിക്കൊരു പാമ്പിൻ്റെ ഒരു വീഡിയോയോ ഒരു പാമ്പിൻ്റെ ഒരു മ്യൂസിയത്തിനകത്തോ കയറാനായിട്ടൊരു ധൈര്യം എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ ഇപ്പം എങ്ങനെയെങ്കിലും അത് ടാക്കിൾ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധിച്ച്, കാരണം ഒരു ഫോട്ടോ പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെയാണ് ഞാൻ വീണ്ടും ഈ സ്നേക്ക് മ്യൂസിയത്തിലോട്ടൊക്കെ കയറാനും ഇവരെയൊക്കെ കാണാനും. ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും കുറച്ചൊരാശ്വാസമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ.